വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ മരണത്തിരുനാളാണ് ജൂൺ 13. പാവങ്ങളുടെ പുണ്യവാളൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ജനിച്ചത് ഓഗസ്റ്റ് 15, 1195 എന്നാൽ മരണം ജൂൺ 13, 1231. അന്ന് പുണ്യവാന് 36 വയസ്സായിരുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയും വിശുദ്ധനുമാണ്. നമ്മുടെ വിശുദ്ധ അന്തോണീസിൻ്റെ പിതാവ് മാർട്ടിൻ, അമ്മ ത്രേസ്യ. പുണ്യവാന്റെ പിതാവ് കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് പുണ്യവാന് അറിയപ്പെട്ടിരുന്നത്. പുണ്യവാന്റെ ചെറുപ്പകാലത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അമ്മ സമർപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് ഫെർണാണ്ടോ കരയുമ്പോൾ മാതാവിൻ്റെ സ്വരൂപം കാണിച്ചാൽ കരച്ചിൽ നിർത്തുമായിരുന്നു. വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമാക്കി. സ്കൂളിൽ വെച്ച് ചരിത്രവും ശാസ്ത്രവും കൂടാതെ മതവിഷയങ്ങളും ഫെർണാണ്ടോ പഠിച്ചു. ബുദ്ധിശാലിയായ ഫെർണാണ്ടോന് നല്ല ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. അൾത്താരബാലനായിരുന്നു. അങ്ങനെ അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്തതിനാൽ വിശ്വാസത്തിൽ കൂടുതലായി ആഴപ്പെടാൻ സാധിച്ചു. ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു. അങ്ങനെ 1210 സെന്റ് വിൻസെന്റ് ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് പോർട്ടുഗലിലെ കോയിബ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു. പട്ടം സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോയിബ്രായിൽ 5 ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ രക്തസാക്ഷിത്വം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ചു. രക്തസാക്ഷിയാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഇദ്ദേഹം 1220 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ ബൊളോഞ്ഞോ, മോണ്ട്ബെല്ലിയർ, പാദുവ എന്നീ വിദ്യാപീഠങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആ നിലയിൽ ഇറ്റലിയിൽ ഇദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. വിവിധ ഭാഷകളിൽ പുണ്യവാൻ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 1230 പാദുവയിലെത്തിയ പുണ്യവാനെ പാവങ്ങളുടെ പടയാളി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായ അനീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. പാദുവയ്ക്കടുത്തുള്ള അറസല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് പാദുവയിലെ വിശുദ്ധ അന്തോണീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഡോക്ടർ ഓഫ് ദി ചർച്ച്